VM സുധീരന്റെ പരസ്യ പ്രതികരണത്തിൽ അതൃപ്തി അറിയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നേതാക്കൾക്കുള്ളിലെ അഭിപ്രായ ഭിന്നത പറയേണ്ടത് പാർട്ടിക്കുള്ളിലെന്ന വി ഡി സതീശൻ. പാർട്ടി പ്രവർത്തകർക്ക് വേദന ഉണ്ടാക്കുന്ന പരാമർശം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. അതേസമയം നവകേരള സദസ്സിൽ ഉടനീളം തനിക്കെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തിയ ആളാണ് സജി ചെറിയാനെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശവും ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ എൻ്റെ ഒരു പരാമർശവും പ്രതീക്ഷിക്കണം. എല്ലാം അങ്ങനെ എന്തെങ്കിലും പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിക്കകത്താണ് സംസാരിക്കേണ്ടത്. ഈ നവകേരള സദസ്സിൽ ഉടനീളം ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രി എനിക്കെതിരെ, പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങളാണ് എല്ലാം നടത്തിയത്. എൻ്റെ നിയോജകമണ്ഡലമായ പറവൂരിൽ വന്ന് വളരെ അപകീർത്തികരമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എത്ര മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു പ്രതികരണത്തെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? ഇപ്പോൾ VM സുധീരന്റെ പ്രതികരണവും അതുപോലെ തന്നെ K സുധാകരന്റെ മറുപ്രതികരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഈ വിവാദം അതിൽ കൂടുതൽ പരസ്യ പ്രസ്താവനകളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ആണ് ഇപ്പോൾ സുധീറിനടക്കം ഇത്തരത്തിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ എത്തിയിരിക്കുന്നത്. അതിൽ ആ നിലപാട് കൂടുതൽ വലിച്ചഴക്കേണ്ടതില്ല എന്നുള്ളതാണ്, വിവാദം വലിച്ചഴക്കേണ്ടതില്ല എന്നുള്ളതാണ് വി ഡി സതീശന്റെ നിലപാട്. ഈ സംഭവത്തിൽ താൻ മറ്റൊരു അഭിപ്രായ പ്രകടനത്തിനില്ല, താനും കൂടി അത്തരത്തിൽ ഈ ഒരു വാസ്തവത്തിൽ പങ്കാളികളായാൽ പാർട്ടി വിശ്വസിക്കുന്ന പ്രവർത്തകർക്ക് അതിൽ മനോവിഷമം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സുധീരന്റെ പരസ്യ പ്രതികരണത്തിൽ പ്രതിപക്ഷ നേതാവിന് അതൃപ്തി ഉണ്ട്, പക്ഷേ അത് നേതാക്കൾക്കുള്ളിലെ അഭിപ്രായ ഭിന്നത പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ വ്യക്തമാക്കിയത്. പാർട്ടി പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന പരാമർശങ്ങൾ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ള തരത്തിൽ അതൃപ്തി വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ വിവാദത്തെ കൂടുതൽ വലിച്ചഴക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇപ്പോൾ വി ഡി സതീശൻ എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു വിഷയങ്ങളുടെ പ്രതികരണവും വി ഡി സതീശൻ തയ്യാറായിട്ടുണ്ട്. ജാതി സെൻസസിൽ NSS പ്രമേയത്തുമായി ബന്ധപ്പെട്ട് ജാതി സെൻസസിന് വേണ്ടി വാദിക്കുന്നവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടെന്നും അതുപോലെ തന്നെ കേരളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അത് കേരളയിൽ കമ്മീഷൻ പറ്റാനുള്ള പദ്ധതിയാണെന്നും ആണ് വ്യക്തമാക്കിയിട്ടുണ്ടായത്. ഒപ്പം തന്നെ മറ്റു വിഷയങ്ങളിൽ കൂടി രാഷ്ട്രീയ നിലപാട് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇരു നേതാക്കളുടെയും വാക്വാദങ്ങൾ അത് താൽക്കാലികമായി അവസാനിപ്പിക്കണം എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ഈ നിലപാടിൽ അത് ഒരു അതൃപ്തി തന്നെ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട് വി ഡി സതീശൻ. മിഥുൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഈ കോൺഗ്രസിലെ ഉന്നത നേതാക്കൾക്കിടയിൽ തമ്മിൽ നടക്കുന്ന ഈ ഒരു സ്വരച്ചേർച്ചകൾ ഒരുപക്ഷെ അത് ഇപ്പോഴാണ് കൂടുതൽ മറനീക്കി പുറത്തു വരുന്നത്. ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഭിന്നതകളിലൊക്കെയും സമവായ ചർച്ചകൾ നടക്കുന്നത് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ ഇത്തരത്തിലുള്ള ഈ ഉന്നത നേതാക്കളുടെയൊക്കെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? തീർച്ചയായിട്ടും കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള വാക്പോരുകൾ അല്ലെങ്കിൽ ഉൾപാർട്ടി പ്രശ്നങ്ങളെല്ലാം പല വിധത്തിലും നേതാക്കളുടെ പ്രതികരണങ്ങളിലൂടെ വിവാദമാവുകയും ചർച്ചയാവുകയും എല്ലാം ചെയ്യാറുണ്ട്. പല ഘട്ടത്തിലും ഒറ്റക്കെട്ടാണെന്ന് അഭിപ്രായപ്പെടുമെങ്കിലും പക്ഷേ ആ വേദി വിട്ടിറങ്ങിയാൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമാവുകയും പരസ്പരം അത് മൂർച്ഛിച്ച് വാഗ്വാദത്തിലേക്ക് എത്തുകയും ചെയ്യാറുണ്ട്. അതിന്റെ സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കാര്യത്തിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന, അതായത് സുധീരന്റെ പ്രസ്താവന നേരത്തെ തന്നെ വിവാദമാവുകയും ഈ സുധീരന്റെ പല പ്രസ്താവനകളും നേരത്തെ നേതൃത്വത്തെ തൊടിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സുധീരൻ പരസ്യമായി പ്രസ്താവിച്ചിരുന്നു. അതിനെ പരസ്യമായി തന്നെ വെല്ലുവിളികൾ നടത്തിയതാണ്. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉണ്ടാകുന്നു എന്നതിൽ നിന്ന് ഒരു തരത്തിലും സമവായ ചർച്ചകളോ സമവായ നീക്കങ്ങളോ ഒന്നും ഫലം കാണുന്നില്ല. കോൺഗ്രസിൽ ഈ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കപ്പുറം തന്നെ വലിയ രീതിയിൽ നേതാക്കൾ തമ്മിലുള്ള പോര് അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിലും നമുക്ക് പറയാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. കോൺഗ്രസിലെ ഉന്നത നേതാക്കൾക്കിടയിലുള്ള സ്വരച്ചേർച്ചകളും ഭിന്നതകളും കൂടുതൽ മറനീക്കി പുറത്തു വരികയാണ്. മിഥുൻ അയ്യപ്പനാണ് കൂടുതൽ വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.